ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ദിലൂട്ടിന്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ മൊട്ട അടിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഹെയർ കട്ട് ആണ് അല്ലേ. നമ്മൾ മൊട്ട അടിക്കുന്ന സമയത്ത് നല്ല അടിപൊളി സൂപ്പർ കുട്ടിയായിട്ടൊക്കെ ഇരുന്ന് കൊടുത്തതാണ്. അതെ, ആ വീഡിയോ കാണണം എന്നുള്ളവർക്ക് ഞാൻ വീണ്ടും ഈ വീഡിയോക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം നമ്മൾ എന്ത് ഹെയർ കട്ടാ ചെയ്യാൻ ദിലൂട്ടാ? ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താലോ? ഇവിടുന്ന് ഇങ്ങനെ എടുത്താലോ? നല്ല സുന്ദര ഹെയർ കട്ട് ചെയ്താലോ? ഞങ്ങളൊരു വൂൾഫ് കട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെ വൂൾഫ് കട്ട്? അയ്യോ അമ്മേ, നാട്ടുകാരെ ഓടി വരണേ. ഞങ്ങൾ എങ്ങനെ വൂൾഫ് കട്ട് ചെയ്യാ? എങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ പോണത്. ഇനി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നെടുക്കണം. ബൈ ബൈ ഡീൽ. ബൈ ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ ബാർബർ ഷോപ്പിലൊക്കെ എത്തി. ഹെയർ സ്റ്റൈൽ എങ്ങനെയൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നീലൂട്ടിനൊരു എന്താ പറയുക, മരപ്പലകയൊക്കെ ഇട്ടിട്ട് കസേരൻ്റെ മേലെ കയറ്റിയിരുത്തി പുതപ്പിച്ചൊക്കെ ഇരുത്തിയിട്ട് ഇപ്പോൾ ബാർബർ ചേട്ടൻ ബംഗാളിയാണ്, മൂപ്പരാൾ നോക്കുകയാണ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ സൈഡിലൊരു വരട്ടെടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ നോക്കുന്നത്. വോൾഫ് കട്ട് എന്നൊക്കെ പറഞ്ഞ് പോയത്. അപ്പോൾ മൂപ്പര് പറഞ്ഞു കുറച്ചുകൂടി ഹെയർ ഉണ്ടെങ്കിൽ പറ്റുമെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ സൈഡ് എടുത്താൽ മതി, അങ്ങനത്തെ രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയൊക്കെ ചരിത്രമായിരുന്നു. ആസ് യൂഷ്വൽ നമ്മളെ നീലൂട്ടൻ നമ്മൾ മുട്ടടിക്കാൻ പോയ പോലെ തന്നെ നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്ന് കൊടുത്തു. ഞാൻ ആ മുട്ടടിക്കാൻ പോകുമ്പോഴും ഞാൻ വിചാരിച്ചു, മീൻസ് ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാത്ത ഒരാളാണല്ലോ പൊതുവേ. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടടിക്കുന്ന സമയത്തൊക്കെ കുടുങ്ങുന്നു. അപ്പോൾ അവന് അവിടെ നിന്ന് എന്നെ നെറ്റിച്ചു. ഇവിടുന്ന് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഏജ് ആയല്ലോ, കാരണം അത് മുട്ടടിച്ചത് ഒരു 1.5 വയസ്സ് ഉള്ളപ്പോഴാണല്ലോ. ഇപ്പോൾ 2 വയസ്സാവുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതുപോലെ ഒന്നും ആയിരിക്കില്ല, ഇരിക്കുന്നുണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ ആള് ഇതിൻ്റെ മേലെ കയറിയിരുന്നപ്പോൾ മറ്റേ ഇതന്നെയാണ് അവൻ്റെ പരിപാടി എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത്. ആ മുട്ടടിച്ച ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ നല്ല ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നത്. മീൻസ് ഞങ്ങളിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആൾ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട്. മൂപ്പരാൾ ലാസ്റ്റ് പറയുകയും ചെയ്തു, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ പാരൻസിൻ്റെ മടിയിലൊക്കെ ഇരുത്തി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. നല്ല സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് എന്നൊക്കെ. എന്തായാലും കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ പിന്നെ ലാസ്റ്റൊക്കെ ഇപ്പോൾ ഒരു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആള്. ഹെയർ കട്ട് കഴിയുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞു എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല അതൊക്കെ. മടിയായിക്കുന്നു. കുറച്ച് നേരം ഇരുന്നപ്പോഴേക്ക് ആൾക്ക് ഇരിപ്പുറയ്ക്കാതൊക്കെ അവസ്ഥയ്ക്ക് അയക്കുന്നു. എന്നാലും കുഴപ്പമില്ലാതെ ഇരുന്ന് കൊടുത്തിരിക്കുന്നു കേട്ടോ. നല്ല സെറ്റായിട്ടാണ് ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ കാണണം കേട്ടോ. ബ്ലൂട്ടും സൂപ്പർ കുട്ടിയായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട്. അല്ല അവിടെ നേരെ കണ്ടില്ല, ആൾ കണ്ണാടി കൂടെ ഇങ്ങനെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ വീക്ഷിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ മുടി കിടക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ. ആൾക്കതൊക്കെ വീണ് പോകണം. എന്തോ അപ്പിച്ചി എന്നൊക്കെയാണ് അവന് പറയുന്നത്. എന്തോ ഇഷ്ടപ്പെടുന്നില്ല, അവന് ഇഷ്ടമില്ലാത്തൊരു കംഫർട്ടല്ലാത്ത പോലെ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് ഇടയ്ക്ക് ഇങ്ങനെ മുടിയൊക്കെ മേത്തുനിന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആൾക്ക് കയ്യും കാലൊക്കെ ഇട്ട് ഇളക്കാനൊക്കെ ഒരു മീൻസ് ആ മുടി പോവാനേ അങ്ങനെ ഒരിത്. അത് ഞാൻ മുട്ടടിക്കുന്ന സമയത്തും ശ്രദ്ധിച്ചു. അവൻ്റെ മേത്ത് വന്നിരിക്കുന്ന മുടിയൊക്കെ എടുത്ത് അവൻ മാറ്റിയിടുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും. പിന്നെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആള്.
വലിയ ചക്കര പോലെ കഴിഞ്ഞിട്ടില്ല. കഴിയിട്ടാ കണ്ണടച്ച് കിടക്കണം. ഇല്ല ആവൂല. ശരിക്കും കൊടുക്കട്ടോ. അങ്ങനെ തല കയറ്റി വെച്ച് വെക്കൂ. അങ്ങനെ അങ്ങനെ ഒന്നോ അങ്ങനെ ഒന്നോ മതി. ഹായ് നല്ല മുടി ഉണ്ടാവും, അതാണ് അവന്. മുടി ഒരു ഭംഗി ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ആൾക്കാർക്ക് ഇറിറ്റേറ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇറിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ, ആള് നല്ല നല്ല ഇരുന്ന് കൊടുക്കുന്നുണ്ട്. എന്നാലും നമുക്കിങ്ങനെ മനസ്സിലാവുമല്ലോ ആളിങ്ങനെ രൂപമാറ്റം വരുമ്പോൾ. അതായത് അവൻ്റെ മുഖത്തും വായയിലും കണ്ണുമ്മിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ മുടി കൊഴിയുമ്പോൾ നമുക്കൊരു ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ അത് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഇളക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു മീൻസ് പിടിച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ് അവ. കാരണം ബാക്കിയോടെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. നമ്മൾ കോട്ടപ്പടിയുള്ള ബാർബർ ഷോപ്പിൽ തന്നെ പോയത്. അങ്ങനെ ആളെല്ലാം മുടിക്കെട്ട് വെട്ടലൊക്കെ കഴിഞ്ഞ ആൾ നല്ല സെറ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ലുക്ക് എന്നൊക്കെ നിങ്ങൾ അവസാനം നോക്കിയിട്ട് പറയണം. അഭിപ്രായങ്ങളെല്ലാവരും പറയണം കേട്ടോ. അത് കഴിഞ്ഞ് നിമേഷേട്ടൻ ഒന്ന് താടി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നുണ്ടായിരുന്നു. നിമേഷേട്ടൻ അങ്ങനെ ബാർബർ ഷോപ്പൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ പറയുക ഒന്ന് ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ എന്നുള്ളത്. അങ്ങനെ നിലുപ്പാപ്പി ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തു, കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ലുക്കാണിത്. നല്ല ചിരിച്ച കുളിക്കുമ്പോൾ നല്ല ദേഷ്യം വാശിയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. അപ്പം ഞങ്ങൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതൊക്കെ കുടിച്ച് കടന്നുറങ്ങും. ഇനിയിപ്പോൾ നാളെ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യും. ഇല്ലേ നിലു? എന്നിട്ട് ഞങ്ങൾ ആ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, ഷീ ഉമ്മ. ടാറ്റ പറ. ബൈ ബൈ. അത്രയേ ഉള്ളൂ.